നമസ്കാരം. പ്രധാന വാർത്തകൾ. എംഡിയുടെ വിമർശനത്തിൽ രാഷ്ട്രീയ വിവാദം. പറഞ്ഞതിൽ പുതുമയില്ലെന്ന് CPIM. വായിച്ചത് കാലത്തിന്റെ ചുവരെഴുത്തെന്ന് VD സതീശൻ. എങ്ങനെയും വ്യാഖ്യാനിക്കാമെന്ന് സച്ചിദാനന്ദൻ. മുഖ്യമന്ത്രിക്ക് മുസ്ലിം ലീഗിന്റെ മറുപടി. ചരിത്രം പറഞ്ഞു എന്നതിൽ കവിഞ്ഞൊന്നുമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ലീഗിനെ പിളർത്തിയത് CPIM എന്ന് K മുരളീധരൻ. മുഖ്യമന്ത്രി പറഞ്ഞത് സതുദ്ദേശത്തോടെയെന്ന് EP ജയരാജൻ. അടൽ സേതു പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയം. ഹൈക്കോടതിയിൽ SFIക്ക് തിരിച്ചടി. മലയാളം സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. വീണ്ടും ഇലക്ഷൻ നടത്താൻ ഉത്തരവ്. ഗവർണറെ കരിങ്കൊടി കാട്ടിയ കേസിൽ പ്രതികൾക്ക് ജാമ്യം. 7 SFI പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം വ്യാപകം. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. വനിതാ പ്രവർത്തകരടക്കം പരിക്ക്. കോട്ടയത്തും സംഘർഷം. രാത്രി ക്ലിഫ് ഹൗസിലേക്ക് സമരജ്വാല. കരുവന്നൂർ തട്ടിപ്പിൽ വീണ്ടും കേസെടുത്തിയിടി. നടപടി PP കിരണിന് എതിരെ. കേസ് വ്യാജരേഖ ചമച്ച് 7.5 കോടി തട്ടിയതിൽ. കിഫ്ബിക്ക് വീണ്ടും സമൻസ് അയച്ചതിൽ EDയോട് വിശദീകരണം തേടി ഹൈക്കോടതി. ബുധനാഴ്ചയ്ക്കകം മറുപടി നൽകണം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. 21.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലത്തിന്റെ 16.5 കിലോമീറ്ററും കടലിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിനെ വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമാണ് നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. മുംബൈ മുതൽ നവി മുംബൈ വരെയുള്ള ഈ മേൽപ്പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. 21.8 കിലോമീറ്ററാണ് ഈ പാലത്തിന്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. അതിൽ 16.5 കിലോമീറ്റർ എന്ന് പറയുന്നത് കടലിന് മുകളിലൂടെയാണ് ഈ പാലം കടന്നു പോവുക. ബാക്കി 5.5 കിലോമീറ്റർ കരയ്ക്ക് മുകളിലൂടെയാണ് പോകുന്നത്. രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഒരു വിസ്മയം എന്ന് തന്നെ പറയാവുന്നതാണ് ഈ പാലം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മുംബൈ ഹാർബർ ലിങ്ക് എന്നാണ് ഈ പാലത്തിന്റെ പേരുള്ളത്. പക്ഷേ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥം ഈ പാലത്തിന് അടൽ സേതു എന്ന മഹാരാഷ്ട്ര സർക്കാരാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പാലത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിൽ 12ാമത്തെ ഒരു സ്ഥാനവും ഈ അടൽ സേതുവിന് ലഭിച്ചിട്ടുണ്ട്. മുംബൈ നഗരത്തിൽ, രാജ്യത്തിലെ ഏറ്റവും തിരക്കേറിയ മുംബൈ നഗരത്തിലെ 2ാമത്തെ കടൽപ്പാലമാണ് ഇത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. മുംബൈയിലെ ബാന്ദ്ര വർലി പാലം തുറന്നുകൊടുത്ത് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2016 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചു എങ്കിലും തറക്കല്ലിട്ടുവെങ്കിലും 2018 കൂടിയാണ് ഈ നിർമ്മാണം ഊർജിതമാകുന്നത്. 5000 തൊഴിലാളികളാണ് പ്രതിദിനം ഇതിനുവേണ്ടി ജോലി ചെയ്തത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ കടൽ ജീവികൾക്ക് അതുപോലെയുള്ള പക്ഷികൾക്ക് ഒന്നും തന്നെ ദോഷം ഉണ്ടാകാത്ത തരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. 18,000 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ
മുംബൈയിലെ സെവരിയിൽ നിന്ന് ആരംഭിച്ച് റായ്ഗഡ് ജില്ലയിലെ നവഷെവയിൽ അവസാനിക്കുന്ന തരത്തിലാണ് പാലത്തിന്റെ നിർമ്മാണമുള്ളത്. 6 വരികളാണ് പാലത്തിനുള്ളത്. 6 വരികളിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോവുക. ഈ പാലം ഉണ്ടാകുന്നതോടുകൂടി മുംബൈ ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയിലേക്കുള്ള ഗതാഗതവും കൂടുതൽ സുഗമമാകും എന്നാണ് ഒരു വിലയിരുത്തലുള്ളത്. 4 ചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് പാലത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുക. മുച്ചക്ര വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, മൃഗങ്ങൾ വലിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ, സാവധാനത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ എന്നിവയ്ക്കൊന്നും തന്നെ ഈ പാലത്തിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല. നേരത്തെ നവി മുംബൈ യാത്ര എന്ന് പറയുന്നത് 2 മണിക്കൂർ എടുത്തുകൊണ്ടായിരുന്നുവെങ്കിൽ ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇതിന് 20 മിനിറ്റ് കൊണ്ട് മുംബൈയിലേക്കും നവി മുംബൈയിലേക്കും എത്താൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സവിശേഷത. ഇന്ധന ലാഭം, സമയ ലാഭം എന്നിവയാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. ഒപ്പം 100 വർഷമാണ് ഈ പാലത്തിന്റെ കാലാവധി. ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് പരമാവധി 100 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാം. വളവ് തിരിവുകൾ ഉള്ള ഭാഗങ്ങളിൽ എത്തുമ്പോൾ അവയുടെ വാഹനങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത് 40 ചുരുക്കണം എന്നൊരു നിർദ്ദേശവുമുണ്ട്. ഒപ്പം തന്നെ ടോൾ സംവിധാനത്തിലാണ് ഈ പാലം പ്രവർത്തിക്കുന്നത്. 30 വർഷത്തേക്കാണ് ടോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 2024 മുതൽ 2053 വരെയുള്ള 30 വർഷക്കാലത്തേക്കാണ് ടോൾ ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏതായാലും രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. KLF വേദിയിൽ മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിയുള്ള MTയുടെ വിമർശനം സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്. MT വിമർശിച്ചത് കേന്ദ്രത്തിനെതിരെയാണ് എന്ന് CPIM ആവർത്തിക്കുമ്പോൾ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നു. എന്നാൽ വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയുകയായിരുന്നുവെന്നും MT തന്നോട് പറഞ്ഞതായി എഴുത്തുകാരൻ NE സുധീർ പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന് യോജിച്ചതല്ല മുഖസ്തുതിയെന്ന് വ്യക്തമാക്കിയ സാഹിത്യ അക്കാദമി ചെയർമാൻ K. സച്ചിദാനന്ദൻ അധികാരത്തെക്കുറിച്ചുള്ള പൊതുവായ അഭിപ്രായ പ്രകടനമാണ് MT നടത്തിയത് എന്ന് പ്രതികരിച്ചു. MT തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. എനിക്ക് കേട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത്. നേതൃപൂജയെ ഏറ്റവും അധികം എതിർക്കുന്നത് CPM തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു കലക്റ്റീവ് ലീഡർഷിപ്പാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിയതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറയാൻ കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല. പക്ഷേ ഇടതുപക്ഷ വിരോധികൾ, ഇടതുപക്ഷ ഗവൺമെന്റിനെ എതിർക്കുന്നവർ, മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ നടക്കുന്ന കുറെ ആളുകൾ, അവർക്ക് ഏതിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കുമെതിരെ തിരിച്ചുവിടാനുള്ള അവരുടെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമെടുത്ത് വിവാദത്തിലിട്ട് അദ്ദേഹത്തെ പോലെ സാഹിത്യരംഗത്തെ ഒരു വലിയ പ്രതിഭയെ വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്നത്. ഇത് കാലത്തിന്റെ ചുവരെഴുത്താണ്. MT നമ്മുടെ രാജ്യത്തിന്റെ ഔന്നത്യമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളുടെ മൂർച്ചയും അക്ഷരങ്ങളുടെ ശക്തിയെ അനുഭവിച്ചറിഞ്ഞവരാണ് മലയാളി. മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ബധിരകരണങ്ങളിൽ പതിക്കരുതെന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. നിഷ്പക്ഷത ചമഞ്ഞ് ഭരണകൂടത്തിന്റെ തെറ്റുകളെ മറച്ചുവെക്കാനും ന്യായീകരിക്കാനും ശ്രമിക്കുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും അവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് MTയുടെ വാക്കുകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ സാഹിത്യകാരന്മാർ വരെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ MTയുടെ പ്രസംഗം. അത് വളരെ അർത്ഥവത്താണ്. അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ്. എഴുത്തും വായനയും അറിയാവുന്നവർക്കൊക്കെ അത് കേട്ടാൽ മനസ്സിലാവും. ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുന്നതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുവായി സംസാരിക്കുന്നത് എനിക്കും ചിലത് പറയാനുണ്ട്, പറയേണ്ട സമയമായി എന്ന് കരുതുന്നു. ഞാൻ ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സുധീർ, നാളത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാനത് കൃത്യമായിട്ട് പറയും എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് വ്യക്തമാണ്. അദ്ദേഹം വളരെ ധാരണയോടുകൂടി വന്ന ആളാണ്. ധാരണയില്ലാതെ ഒരു വാക്ക് പോലും ഒരു ചുണ്ടിൻ്റെ ചലനം പോലും ആലോചിക്കാതെ ചെയ്യുന്ന ആളല്ല MT പറഞ്ഞതാണ് യാഥാർത്ഥ്യമാണ്. സമൂഹത്തിൻ്റെ മുന്നിലുള്ള യാഥാർത്ഥ്യത്തെ അത് പൊളിറ്റിക്സായി ചുരുക്കി കാണരുതെന്നാണ് ഞാൻ പറയുന്നത്. അതൊരു സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് MT പറഞ്ഞത്. MT എന്നും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. കാരണം പക്ഷേ അത് പറയേണ്ട സമയം നമുക്കറിയാം. നോട്ട് ചെയ്തതിനകത്ത് സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ട് ആരെങ്കിലും പരാമർശിക്കുന്ന പരിപാടി അദ്ദേഹം ഒരിക്കലുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വേദിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് കരുതുന്നത്.
EMSനെ ഉദാഹരിച്ചുകൊണ്ട് എങ്ങനെയാണ് അധികാരം ജനക്ഷേമത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ബാക്കിയെല്ലാം വിവക്ഷകളാണ്. അതിൽ നിന്ന് പലർക്കും പല അർത്ഥങ്ങളും കണ്ടുപിടിക്കാം. ആ രീതിയിൽ കണ്ടുപിടിക്കപ്പെട്ട അർത്ഥങ്ങളാണെന്ന് പറയാൻ പറ്റും. എനിക്ക് കേട്ടപ്പോൾ അങ്ങനെ തോന്നി. എനിക്ക് പൊതുവേ തോന്നിയത് അധികാരത്തെ പറ്റിയിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രസ്താവമായിരുന്നു നിശ്ചയമായിട്ടും അത്. അപ്പോൾ അധികാരം പ്രധാനമായിട്ടും പ്രയോഗിക്കേണ്ടത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരവരുടെ അധികാരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ല എന്നുള്ള ഒരു അധികാരത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായ അഭിപ്രായ പ്രകടനം ആയിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ കാണണമെന്നില്ല. അതിനെ എനിക്ക് തോന്നുന്നു പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാമായിരിക്കും. അങ്ങനെയൊന്നും പാർട്ടി വിചാരിക്കുന്നില്ലല്ലോ. ഇപ്പോൾ പാർട്ടി ആംഗിളിൽ നിന്ന് സംസാരിക്കാൻ എനിക്കൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് CPIഎമ്മിൻ്റെ ലീഡർഷിപ്പിനോട് ചോദിക്കുക ആ ചോദ്യം. അല്ല, അത് റഷ്യൻ CPM ഓൾറെഡി അതിനെക്കുറിച്ചൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടാവാം. ഓക്കെ, അല്ല അങ്ങനെയൊന്നുള്ളൊരു പാർട്ടിയല്ല ഇത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ ഇതിനെക്കുറിച്ച് ആൻസർ ചെയ്യാൻ ഞാൻ ആളല്ല. ഞാൻ ഇരിക്കുന്ന പോസ്റ്റ് വെച്ച് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോറി. ഓക്കെ. EMSന്റെ അവസാനത്തെ ശ്രമം കേരളത്തിൽ പാർട്ടി വ്യത്യാസമില്ലാതെ ജനകീയ ആസൂത്രണം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. എന്നാൽ അതിൻ്റെ മേൽ അരാഷ്ട്രീയത ആരോപിച്ച് അതൊരു പാർട്ടി പ്രോഗ്രാം അല്ലാതെയായി. അതിനുശേഷം EMS അപ്രസക്തിയിലേക്ക് നീങ്ങി എന്നുള്ളതാണ് ചരിത്ര സത്യം. ഇതിനെ MD പറയാതെ പോയ കാര്യങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷത്തോളം തന്നെ ശക്തമായ ഒരു കോൺഗ്രസ് ഉണ്ട്, വളർന്നു വരുന്ന BJP ഉണ്ട്. ഇവരെക്കുറിച്ച് പരാമർശിക്കാതെ ഇടതുപക്ഷത്തെ മാത്രം ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് ഇടതുപക്ഷം ആത്മപരിശോധന ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. MDയുടെ പരാമർശത്തിൽ പ്രതികരിച്ച MP രാജേഷ് മാധ്യമങ്ങളുടെ സങ്കുചിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിച്ച് വെട്ടിച്ചുരുക്കി. 2003 MD എഴുതിയ ലേഖനമാണ് വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചത്. അത് MD തന്നെ വ്യക്തമാക്കിയെന്നും MP രാജേഷ് പറഞ്ഞു. ആ വ്യാഖ്യാനങ്ങൾക്ക് താനും തന്റെ പ്രസംഗവും ഉത്തരവാദിയല്ല എന്ന് MT തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 20 കൊല്ലം മുമ്പ് എഴുതിയ ലേഖനമാണ് ചരിത്രപരമായ ഒരു ആവശ്യമെന്നത്. അതാണ് MT ഇന്നലെ അവതരിപ്പിച്ചത്. അപ്പോൾ വളരെ ഫിലോസഫിക്കലായി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങൾ തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വെട്ടിച്ചുരുക്കുകയും ദുരുപയോഗിക്കുകയുമാണ് ചെയ്തത്. അത് MTയോടും അദ്ദേഹത്തിന്റെ പ്രതിഭയോടുമുള്ളൊരു അനാദരവായിട്ടേ കാണാനാവും. കേരളത്തിലെ മാധ്യമങ്ങൾ അത് ഇന്നലെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് എന്ന് നമ്മളെല്ലാം കണ്ടു. അതിന് താൻ ഉത്തരവാദിയല്ല, തന്റെ പ്രസംഗവും ഉത്തരവാദിയല്ല എന്ന് MT പറഞ്ഞു. 20 കൊല്ലം മുമ്പ് എഴുതിയ ലേഖനം ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തെ മുൻനിർത്തി അദ്ദേഹം പറഞ്ഞതാണ് എന്നെങ്ങനെയാണ് പറഞ്ഞത്? MD പറഞ്ഞതിൽ പുതുമയില്ലെന്ന് വിലയിരുത്തി CPIM ഇതേ കാര്യം മുൻപും MD എഴുതിയിട്ടുണ്ട്. EMSനെ അനുസ്മരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ലേഖനമാണത്. ഉള്ളടക്കത്തിലുള്ളത് ചെറിയ വ്യത്യാസം മാത്രമെന്നും വിവാദത്തിൽ കക്ഷി ചേരേണ്ട കാര്യമേ ഇല്ല എന്നും CPIM വിലയിരുത്തുന്നു. ഗവർണറെ കരിങ്കുടി കാട്ടിയ കേസിൽ പ്രതികളായ 7 SFI പ്രവർത്തകർക്ക് ജാമ്യം. ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. പ്രതികളായ SFI പ്രവർത്തകരുടെ മാതാപിതാക്കളിൽ ഒരാൾ വീതം ജാമ്യം നിൽക്കണം. തിരുവനന്തപുരം ജില്ല വിട്ടുപോകരുത്. കോളേജിലെ അറ്റൻഡൻസ് രേഖകൾ 3 മാസം കൂടുമ്പോൾ ഹാജരാക്കണം. കൗൺസിലിങ്ങിനും ഹാജരാക്കണം. തിരുവനന്തപുരം ജില്ലാ നിയമസേവന അതോറിറ്റി സൗജന്യ കൗൺസിലിംഗ് നൽകണം എന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ആണ് SFI പ്രവർത്തകർക്ക് ജാമ്യം നൽകിയത്. കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ SFI പ്രവർത്തകരായ യദുകൃഷ്ണൻ, ആഷിഖ് പ്രദീപ്, ആശിഷ് RG, ദിലീപ്, റയാൻ, അമൻ ഗഫൂർ, റിനോ സ്റ്റീഫൻ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. തിരുവനന്തപുരം പാളയത്ത് ഗവർണറെ കരിങ്കുടി കാട്ടി വാഹനം തടഞ്ഞുവെന്നാണ് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. ഗവർണറെ തടയൽ, അനാവശ്യമായി സംഘം ചേരൽ, പൊതുസേവകരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. മലയാളം സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI എതിരില്ലാതെ ജയിച്ചത് ഹൈക്കോടതി റദ്ദാക്കി. MSF സ്ഥാനാർത്ഥികളായ ഫൈസൽ, അൻസീറ അടക്കമുള്ളവർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഇലക്ഷൻ നടത്തണമെന്ന് കോടതി ഉത്തരവിട്ടു. ഒരാഴ്ചയ്ക്കകം സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു.
മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധ ഗൂഢാലോചന കേസിൽ മാധ്യമപ്രവർത്തക വിനീത വിജിയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. കേസ് രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടു. എഫ്ഐആർ റദ്ദാക്കണമെന്ന മാധ്യമപ്രവർത്തകയുടെ ഹർജിയിലാണ് നടപടി. നവകേരള സദസ് യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ KSU പ്രവർത്തകർ ഷൂ എറിഞ്ഞിരുന്നു. ഇതിന്റെ ഗൂഢാലോചനയിലാണ് മാധ്യമപ്രവർത്തകയെ പോലീസ് പ്രതി ചേർത്തത്. ഇടവേള. വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. അൽ മുക്താദിർ ജ്വല്ലറിയുടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. കണ്ണൂരും കോട്ടയത്തും പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. രണ്ടിടത്തും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും പ്രയോഗിച്ചു. കണ്ണൂരിൽ ലാത്തി ചാർജിൽ 4 വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPIM ലീഗ് ബാന്ധവം വീണ്ടും ചർച്ചയാകുന്നു. ഒന്നിച്ചു ഭരിച്ച കാലം ഓർമ്മിപ്പിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നത്. എന്നാൽ മുഖ്യമന്ത്രി ചരിത്രം പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് ഒന്നുമില്ലെന്ന് ലീഗ് നേതൃത്വം വിശദീകരിക്കുന്നു. മലപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയകാര്യ സമിതി യോഗം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം ചർച്ച ചെയ്തു. 1967 EMS മന്ത്രിസഭ ഈ പിന്നോക്ക ദേശത്തിന്റെ സമുദ്ധാരണത്തിനും വികസനത്തിനുമായി മലപ്പുറം ജില്ല പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ കൊച്ചു പാകിസ്ഥാൻ കേരളത്തിൽ രൂപീകൃതമായിരിക്കുന്നുവെന്നാണ് RSS ആക്ഷേപിച്ചത്. RSS മാത്രമല്ല, അന്ന് ആ ആക്ഷേപം ഉയർത്തിയത് എന്നതും ചരിത്ര വസ്തുതയാണ്. ആ ചരിത്ര വസ്തുത നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രം. ഇപ്പോഴുള്ള പ്രത്യേക കാരണങ്ങളാൽ ആ വസ്തുത അതേ രീതിയിൽ പറയാൻ അന്ന് ആക്ഷേപം ഉന്നയിച്ചവർക്ക് കഴിയില്ല എന്നതും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. മലപ്പുറത്ത് ദേശാഭിമാനിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം വലിയ ചർച്ചയാവുകയാണ്. മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്തുള്ള സാഹചര്യങ്ങളും അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത് കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസിന്റെ പേര് പറയാതെ വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പരാമർശിച്ചത്. ഇക്കാര്യത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ പ്രതികരണവും ഇന്ന് വന്നിട്ടുണ്ട്. EP ജയരാജൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ലീഗ് ബന്ധത്തിൽ മുഖ്യമന്ത്രി നടത്തിയത് സദുദ്ദേശത്തോടെയുള്ള അഭിപ്രായമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെ സംശയത്തോടെ എന്തിനാണ് നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമല്ലേ, അത് നല്ല അർത്ഥത്തിൽ കണ്ടാൽ പോരെ. അതിൽ എന്തിനാ എല്ലാറ്റിനെയും സംശയത്തോടെ നിരീക്ഷിക്കുന്നത്? സംശയത്തോടെ നിരീക്ഷിച്ചാൽ എല്ലാം പരാജയപ്പെടും, വസ്തുതാപരമായി നിരീക്ഷിച്ചാൽ വിജയിക്കും.
ആത്മവിശ്വാസത്തോടുകൂടി കൂടുതൽ കരുത്തോടുകൂടി പോവുക. ഇടതുപക്ഷം അതാണ് ചെയ്യുന്നത്. എന്നാൽ കെ മുരളീധരൻ നിശിതമായ ഭാഷയിലാണ് ഇതിനെ വിമർശിച്ചത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഒപ്പം നിന്ന ലീഗിനെ പിളർത്തിയത് CPM ആണെന്ന് മുരളീധരൻ പറഞ്ഞു. വിശ്വാസിയെ ഒരിക്കലേ പാമ്പ് കടിക്കൂ എന്ന CHന്റെ പ്രതികരണം പ്രസക്തമാണെന്നും മുരളീധരൻ വിമർശനത്തോടെ വ്യക്തമാക്കി. 1976 മുസ്ലിം ലീഗിനെ പിളർത്തിയതിന്റെ പിന്നിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്. ഞങ്ങൾ മുമ്പ് പ്രതിപക്ഷത്തുള്ളപ്പോൾ സപ്തകക്ഷി ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ അന്ന് ശരിയാണ്, അന്നത്തെ സപ്തകക്ഷിയെ മുഴുവൻ ഞങ്ങൾ വിമർശിച്ചിട്ട് ശരിയാണ്, അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പാർട്ടി വിട്ടുപോയപ്പോൾ അവരെ പിളർത്താൻ ശ്രമിച്ചതും CPM ആണ്. മാത്രമല്ല അടിയന്തരാവസ്ഥ കാലത്ത് കഷ്ടപ്പാട് സഹിച്ച കൂടെ നിന്ന് കഷ്ടപ്പാട് സഹിച്ച അഖിലേന്ത്യാ ലീഗിനെ നല്ല കാലം വന്നപ്പോൾ ചവിട്ടി പുറത്താക്കിയത് ഇതേ CPM തന്നെയാണ്. അപ്പോൾ ലീഗിനോട് CPM കാണിച്ചത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് CH 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൽ ചേരുമെന്ന് ചോദിച്ചപ്പോൾ CH പറഞ്ഞൊരു വാചകമുണ്ട്, വിശ്വാസി ഒരിക്കൽ മാത്രമേ പാമ്പ് കടിക്കൂ എന്ന് പറഞ്ഞത് ഈ CPM ഉദ്ദേശിച്ചാണ്. എന്നാൽ ഈ ഒരു ചർച്ച എല്ലാം തന്നെ അപ്രസക്തമാണെന്ന തരത്തിലായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃയോഗം ഇന്ന് മലപ്പുറത്ത് ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് PK കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ ലീഗിന്റെ നിലപാട് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി ചരിത്രം പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് അങ്ങനെ ഒന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ലീഗിനെ സ്വാഗതം ചെയ്യുന്നതായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അത്തരത്തിൽ കാണുന്നില്ലെന്നും ലീഗിനെ സ്വാഗതം ചെയ്യുന്നതായി കരുതുന്നില്ലെന്നുമാണ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. അത് ഹിസ്റ്ററി ഓരോരോ ചരിത്രം പറഞ്ഞു എന്നുള്ളതിൽ കഴിഞ്ഞ് ലീഗിനെ സ്വാഗതം ചെയ്യുന്ന വിഷയമൊന്നും അതിലില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് അദ്ദേഹം തന്നെ ഇപ്പോൾ ഒന്നിലധികം തവണ വ്യക്തമാക്കിയാലോ അങ്ങനെ ചിന്ത അവർക്കില്ല എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ ലീഗിന്റെ പഴയ ബന്ധം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗവും അതിനുള്ള പ്രതികരണമൊക്കെ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ഇനിയും അതിൽ പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ മുഖ്യമന്ത്രി മലപ്പുറത്ത് നടത്തിയ ഈ ഒരു പ്രസംഗത്തിന്റെ രാഷ്ട്രീയ മാനങ്ങൾ വളരെ വലുതാണ്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സംസ്ഥാനത്ത് നാളെ മുതൽ റേഷൻ വിതരണവും സംഭരണവും സ്തംഭിക്കും. റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെയാണ് പ്രതിസന്ധിയായത്. നാളെ മുതൽ പണിമുടക്കായിരിക്കുമെന്ന് റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരുടെ സംഘടന അറിയിച്ചു. കുടിശ്ശിക തീർക്കുന്നതിൽ സപ്ലൈകോ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് തീരുമാനം. കുടിശ്ശിക തന്നു തീർക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്നും കരാറുകാരുടെ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ അനിശ്ചിതകാല പണിമുടക്ക് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതി PP കിരണിന് എതിരെ വീണ്ടും ED കേസെടുത്തു. അയ്യന്തോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വ്യാജരേഖകൾ ചമച്ച് 7.5 കോടി രൂപ വായ്പയെടുത്തത് തിരിച്ചടയ്ക്കാതെ കബളിപ്പിച്ചു എന്നാണ് കേസ്. ഇതിൽ ED PP കിരണിന്റെ അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്തി. അയ്യന്തോൾ ബ്രാഞ്ച് മാനേജർ നൽകിയ പരാതിയിൽ 2022 ഒക്ടോബറിൽ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു. കേസിൽ 1-ാം പ്രതിയാണ് PP കിരൺ. ഇയാൾക്ക് പുറമെ മറ്റു 3 പേർ കൂടി കേസിൽ പ്രതികളാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ PP സതീഷ് കുമാറുമായി ചേർന്ന് നടത്തിയ തട്ടിപ്പിന് സമാനമായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നടത്തിയ തട്ടിപ്പ്. കിഫ്ബിക്ക് വീണ്ടും സമൻസ് അയച്ചതിൽ EDയോട് വിശദീകരണം തേടി ഹൈക്കോടതി. ബുധനാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. സമൻസിൽ ED പഴയ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുവെന്നാണ് കിഫ്ബിയുടെ ആക്ഷേപം. വീണ്ടും ആവശ്യപ്പെട്ട രേഖകൾ എല്ലാം നേരത്തെ തന്നെ നൽകിയതാണ്. നോട്ടീസ് നൽകാൻ EDക്ക് അധികാരപരിധിയില്ല എന്നുമാണ് കിഫ്ബിയുടെ വാദം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായി സിംഗിൾ ബെഞ്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടിയത്. ഹർജി അടുത്ത ബുധനാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അതേസമയം കിഫ്ബി മസാല ബോണ്ട് കേസിൽ ചോദ്യം ചെയ്യലിന് തോമസ് ഐസക് EDക്ക് മുന്നിൽ ഇന്ന് ഹാജരായില്ല. നേരത്തെ നിശ്ചയിച്ച പാർട്ടി പരിപാടികൾ ഉള്ളതിനാൽ മറ്റൊരു ദിവസം ഹാജരാകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാൻ ആപ്പ് നിർമ്മിച്ചവരിൽ ഒരാളായ കാഞ്ഞങ്ങാട് സ്വദേശി രാകേഷ് അരവിന്ദാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി ഐശ്വര്യ അനു ചേരുന്നുണ്ട്. ഐശ്വര്യ, എങ്ങനെയാണ് ഈ രാകേഷിലേക്ക് അന്വേഷണ സംഘം എത്തിയത്?
അഭിലാഷ്, നേരത്തെ തന്നെ ഈ യൂത്ത് കോൺഗ്രസ് വ്യാജ ID കാർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് കൃത്യമായ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. അപ്പോൾ ആരാണ് ഈ CR കാർഡ് എന്നുള്ള ആപ്പ് നിർമ്മിച്ചത് എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യമാണ് ഇപ്പോൾ ഈ കാസർഗോഡ് സ്വദേശി രാകേഷ് അരവിന്ദിലേക്ക് ചെന്നെത്തി നിൽക്കുന്നത്. പോലീസിന്റെ കണ്ടെത്തൽ ജെയ്സണും രാകേഷും ചേർന്നാണ് ഈ ആപ്പ് നിർമ്മിച്ചത് അല്ലെങ്കിൽ തയ്യാറാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി പോലീസിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. അത് ആര് പറഞ്ഞിട്ടാണ് ഈ ആപ്പ് നിർമ്മിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഈ രാകേഷ് അരവിന്ദ് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടുകൂടി ഈ കേസിൽ ഇത്രയും നാൾ എന്താണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട ഈ തിരിച്ചറിയൽ കാർഡ്, ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ്, അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ്, ഏതൊക്കെ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും. വിശദാംശങ്ങൾ നൽകിയത് ഐശ്വര്യ അനിൽ. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. വിവാദ പരാമർശവുമായി SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ. സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈവെട്ടാൻ പ്രവർത്തകർ ഉണ്ടാകുമെന്ന് സത്താർ. മലപ്പുറത്ത് SKSSF മുഖദസ് സന്ദേശയാത്രയുടെ സമാപന റാലിയിലായിരുന്നു വിവാദ പരാമർശം. വടകര മുക്കോളിയിൽ കാറിന് തീപിടിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. കാറിന്റെ ഉൾഭാഗത്ത് നിന്നാണ് തീ പടർന്നത്. പരിക്കേറ്റ എരവട്ടൂർ സ്വദേശി ബിജുവിനെ മാഹി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലത്ത് കുടുംബ വഴക്കിനെ തുടർന്ന് മക്കളെ കൊലപ്പെടുത്തി പിതാവ് തൂങ്ങി മരിച്ചു. പട്ടത്താനത്ത് സ്വദേശി ജോസ് പ്രമോദ്, മകൻ 9 വയസ്സുകാരൻ ദേവനാരായണൻ, മകൾ 4 വയസ്സുകാരി ദേവനന്ദ എന്നിവരാണ് മരിച്ചത്. തൃശൂരിൽ വൃദ്ധനെ മരമുട്ടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കോടന്നൂർ സ്വദേശി പോൾ ആണ് മരിച്ചത്. ബന്ധുവായ കൊച്ചുപോൾ എന്ന രവിയെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കരിക്കകത്ത് നിർമ്മാണത്തിലിരുന്ന ഫ്ളാറ്റിൽ നിന്ന് വീണ 3 തൊഴിലാളികൾക്ക് പരിക്ക്. ഒരാളുടെ നില അതീവ ഗുരുതരം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5745 രൂപ, പവൻ 45,960. 18 ക്യാരറ്റ് ഗ്രാം 4780, പവൻ 32,240. വെള്ളി ഗ്രാം 78, കിലോഗ്രാം 78,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പ്രഭാസ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം കൽക്കി 2898 AD മെയ് 9 തിയേറ്ററുകളിൽ എത്തും. അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ, ദിശ പട്ടാനി തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്. നാഗ് അശ്വിനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഒരു സയൻസ് ഫിക്ഷനായാണ് ചിത്രം ഒരുങ്ങുന്നത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഈ പരിപാടി